ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് വിക്ലോയിലുള്ള അവൻറ്റിയിൽ ട്രീ ഹൗസിലോട്ടുള്ള യാത്രയിലാണ്. ഡബ്ലിനിൽ നിന്ന് ഏകദേശം 1 അവർ കാർ ജേണിയാണ് അവിടേക്കുള്ളത്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. എങ്കിലും വൈകുന്നേരം 4 മണിക്ക് ശേഷം വിസിറ്റിംഗ് അലൗഡ് അല്ല. ലാസ്റ്റ് വിസിറ്റ് 4 PM ആണ്. എൻട്രി ഫീസ് വരുന്നത് €16 പെർ അഡൽട്ടാണ് വരുന്നത്. ഫാമിലി ടിക്കറ്റും അവൈലബിൾ ആണ്. €42 ആണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അപ് ടു 3 ചിൽഡ്രൻ വരുന്നത്. 3 ചിൽഡ്രന് വരെയുള്ള റേറ്റ് അങ്ങനെയാണ് വരുന്നത്. ചിൽഡ്രൻ അണ്ടർ 3 ഫ്രീ എൻട്രി ആണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ എൻട്രൻസ് കാർ പാർക്ക് ചെയ്തു. കാർ പാർക്കിങ്ങിന് ഉള്ള ഫെസിലിറ്റി അവിടെ അവൈലബിൾ ആണ്. പക്ഷേ €6 സൈപ്പിങ്ങിലൂടെ നമുക്ക് നമ്മളിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. പിന്നെ ബാത്റൂം ഫെസിലിറ്റിയും കാർ പാർക്കിങ്ങിൻ്റെ സൈഡിലും അതേപോലെ ഇൻസൈഡിലും ഒക്കെ അവൈലബിൾ ആണ്. റെസ്റ്റോറൻറ്റ് ഫെസിലിറ്റിയും ഉണ്ട്. ഇങ്ങനെ ഞങ്ങൾ റിസപ്ഷനിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അവിടെയാണെങ്കിൽ സെയിൽസിന് വേണ്ടി കുട്ടികളുടെ ടോയ്സ്, അതേപോലെ ടീഷർട്ടുകൾ, അംബ്രല്ല, അങ്ങനെ പല പല സാധനങ്ങൾ സെയിൽസിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇൻഫർമേഷൻ ലീഫ്ലെറ്റ്സുകളും അവിടെ നിന്ന് അവൈലബിൾ ആണ്. അതിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുട്ടികളുടെ പാർക്കാണ് കാണാൻ സാധിക്കുക. അതിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ നടന്ന് നീങ്ങുമ്പോൾ ഒരു വുഡൻ പാത്വേ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് ട്രീ ഹൗസ് കാണാൻ വേണ്ടിയിട്ട്. ഈ വുഡൻ എല്ലാ ട്രീ ഹൗസിലെ എല്ലാ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ പാത്വേസും എല്ലാം തന്നെ ഇവർ മേക്ക് ചെയ്തേക്കുന്നത് വുഡൻ മെറ്റീരിയൽ കൊണ്ടാണ്. ജസ്റ്റ് റീഇൻഫോഴ്സ്മെൻറ്റിന് വേണ്ടി മാത്രമാണ് അവർ മെറ്റൽസ് യൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഈ വോക്ക് വേയിലാണെങ്കിൽ ഗെയിംസുകളും ഇൻഫർമേറ്റീവായിട്ടുള്ള ഏരിയാസും ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ട്രീകളുടെ ഇൻഫർമേഷനും അതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സൈഡിൽ കാണുന്ന ഇതിൻ്റെ എല്ലാ വശങ്ങളിലും ട്രീകൾ കാണാൻ പറ്റും. പൈൻ വൃക്ഷങ്ങൾ അതേപോലത്തെ വൃക്ഷങ്ങളൊക്കെയാണ് കാണുന്നത്. 4500ഓളം കാലപ്പഴക്കമുള്ള വൃക്ഷങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ ഇതിന് ചുറ്റും ഒരു റിവർ പോകുന്നുണ്ട്. അത് നമുക്കിവിടെ നിന്ന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അതേപോലെ വാട്ടറി ആയിട്ടുള്ള കുറേ ഏരിയാസും ഇതിൻ്റെ ചുറ്റിലുമുണ്ട്. ഇതേപോലത്തെയുള്ള കുട്ടികളുടെ ഗെയിംസും ഇവിടെ കിളികളുടെ സൗണ്ടുകളൊക്കെ നമുക്ക് ഓരോ കിളികളെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കതൊന്ന് കേൾക്കാൻ സാധിക്കും. അങ്ങനെ കുട്ടികൾക്കെല്ലാം അഡൽസിനും ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊരു ലോങ് വേ തന്നെയാണ് ഇതിലേക്കുള്ളത്. ഇപ്പം നമ്മൾ കാണുന്നത് അത് അവൻറ്റിയിൽ ഹൗസാണ്. അത് സെപ്പറേറ്റ് എൻട്രിയാണ് വരുന്നത്. അതിന് €80 പെർ ഹെഡാണ് വരുന്നത്. ഇത് അനദർ ട്രിക്കി വേ ആണ്. ഇവിടെ ബാറ്റുകളെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് അവർ തന്നിരിക്കുന്നത്. പലതരം ബാറ്റുകൾ, അവരുടെ ഓരോ ഇൻഫർമേറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അവർ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ട്രീ ഹൗസ് കാണാൻ പറ്റും. അങ്ങനെ ഒരു 10ഓളം റിങ്ങുകളായിട്ടാണ് അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു കേവിലൂടെ നമ്മൾ ട്രീ ഹൗസിലോട്ട് എൻ്റർ ചെയ്യുകയാണ്. അതേപോലെ കുട്ടികളുടെ ബഗ്ഗീസ് അലൗഡാണ്. ഇടയ്ക്കൊക്കെ സ്റ്റെപ്പുകൾ വരും, അപ്പോൾ നമുക്ക് എടുത്ത് കയറ്റിയാൽ മതി. അതല്ലാതെ ട്രോളീസ് അലൗഡാണ്. അതേപോലെ ഇതിൻ്റെ സൈഡുകളിലെല്ലാം ചൈൽഡ് സേഫ്റ്റി അവർ മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ വലകളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ ഒരിക്കലും ചാടിപ്പോകാൻ സാധ്യതയില്ല. പിന്നെ മുകളിൽ നിന്ന് ഒരു സ്ലൈഡ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് വരുന്നത്. ഓരോ സ്ലൈഡിൽ കയറാൻ വേണ്ടിയിട്ട് പെർ ഹെഡ് €2 ആണ് വരുന്നത്. ചിൽഡ്രൻ അണ്ടർ 6 ഇയേഴ്സ് എലോൺ ആയിട്ട് അവർക്ക് എൻട്രി ചെയ്യാൻ പറ്റുകയില്ല. അവർക്ക് വേണമെങ്കിൽ പാരൻസിൻ്റെ മടിയിൽ അവർ അലോ ചെയ്യുന്നതാണ്. ഇത് നേരത്തെ പറഞ്ഞ ട്രീ ഹൗസിലുള്ള അവൻറ്റിയിൽ ഹൗസാണ്. അങ്ങനെ നമ്മൾ റൈഡിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ പുറത്താണെങ്കിലും വിശാലമായ ഒരു ഏരിയ തന്നെയുണ്ട്. നമുക്ക് ഇരുന്ന് വർത്താനം പറയാനും ഫുഡ് കഴിക്കാനും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളും അങ്ങനെ പല പല സ്ഥലങ്ങളുണ്ട്. നമുക്ക് എന്തായാലും നല്ലൊരു എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു. ഒരു 1 ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്ഥലം തന്നെയാണ്.
അതേപോലെ പോകുന്ന വഴിയിലെല്ലാം വിക്ലോയുടെ ബ്യൂട്ടി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്രയെല്ലാം കഴിഞ്ഞ് റിട്ടേൺ ട്രിപ്പിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി ആസ്വദിക്കുക. എന്തായാലും ഒരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.